നമസ്കാരം. എറണാകുളം സ്വദേശിയായ സനിൽ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തലയിൽ ഭയങ്കരമായ ചൊറിച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവപ്പെടുന്നു, ഉറങ്ങാൻ കഴിയുന്നില്ല എന്നെല്ലാമായി സെയിം ഡോക്ടറെ ഒന്നുകൂടെ കണ്ടപ്പോൾ ചില മരുന്നുകളൊക്കെ വീണ്ടും കൊടുത്തു. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം മറ്റൊരു ഡോക്ടറുടെ സമീപത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് നെക്രോട്ടൈസിങ് ഫേഷ്യൈറ്റിസ് എന്ന ഇറച്ചി കാർന്നു തിന്നുന്ന, അതായത് സ്കിന്നിനടിയിലെ ഇറച്ചി കാർന്നു തിന്നുന്ന ബാക്ടീരിയ തലയോട്ടി മുഴുവനായിട്ട് ബാധിച്ചിരിക്കുന്നു. ആ ബാക്ടീരിയ സ്കിൻ തിന്ന് തലയോട്ടി വരെ പുറത്ത് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഉറക്കം കിട്ടുന്നില്ല, കാരണം ഇതിനു വേണ്ടി കഴിച്ച മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ഒരു വശത്ത്. ഇപ്പോൾ ഈ പ്രശ്നം മാറ്റാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചില എക്യുപ്മെന്റ്സ് വെച്ചിട്ടുണ്ട്. അത് അടിഞ്ഞു പോയാൽ അടിക്കുന്ന അലാറം ഒരു വശത്തും. 90 ദിവസത്തോളമായിട്ട് അദ്ദേഹം ഉറങ്ങിയിട്ടില്ല മര്യാദയ്ക്ക്. ആരോഗ്യം പറ്റെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം മക്കള് അദ്ദേഹത്തെ കാണാനോ അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കാനോ ഈ അവസ്ഥ കാരണം ധൈര്യം കാണിക്കുന്നില്ല. കാരണം തലയിലെ കാഴ്ച അത്രയ്ക്ക് ഭീകരമാണ്. ഇതൊരു ഉദാഹരണമല്ല, ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. വിനീത് ഡൂബെ, മയങ്ക് തിവാരി എന്നീ 2 യുവ എഞ്ചിനീയർമാർ ഒരു ക്ലിനിക്കിൽ ചെന്ന് അനുഷ്ക തിവാരി എന്ന ഡോക്ടറുടെ നേതൃത്വത്തിൽ ഒരു ചികിത്സ നടത്തി. അതും ഇതുപോലെ തന്നെ ഒരു ദുരന്തമായി കലാശിക്കുകയാണ് ചെയ്തത്. സൗന്ദര്യവർദ്ധനവിന് വേണ്ടി, മുടി വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി, മുഖത്തിന്റെ ഷേപ്പ് മാറ്റാൻ വേണ്ടിയൊക്കെ നമ്മൾ നടത്തുന്ന ഇത്തരം ശസ്ത്രക്രിയകൾ, ട്രാൻസ്പ്ലാന്റേഷൻ ട്രീറ്റ്മെന്റുകൾ എല്ലാത്തിനും ഒടുവിൽ എവിടെയാണ് നമ്മൾ ചെന്നെത്തുന്നത്? ഈ ട്രീറ്റ്മെന്റുകളൊക്കെ ഉഡായിപ്പാണോ? ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ ഇത് ചെയ്യാൻ കൃത്യമായ വഴികളുണ്ടോ? നമുക്കിന്ന് ചർച്ച ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. രണ്ടിലും ചില കോമൺ ഫാക്ടറുകളുണ്ട്. ഒന്നാമത് സനിൽ എന്ന വ്യക്തിക്ക് സംഭവിച്ച കാര്യം, മറ്റ് ഞാൻ മുമ്പ് പറഞ്ഞ ആ 2 യുവ ഡോക്ടർമാർക്ക് സംഭവിച്ച കാര്യം. ആ 2 യുവ ഡോക്ടർമാർ ചെന്ന് കണ്ട അനുഷ്ക തിവാരി എന്ന ഡോക്ടർ ഒരു ഡെന്റിസ്റ്റ് ആയിരുന്നു. അവർക്ക് ഇതിനു മുമ്പ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷനോ മറ്റ് ഫേഷ്യൽ സർജറികളോ ചെയ്ത് യാതൊരു പരിചയവുമില്ല. ഇതറിയാതെയാണ് ഈ 2 യുവാക്കൾ അവരുടെ മുമ്പിലേക്ക് ചെന്നുപെടുന്നത്. പിന്നീടുണ്ടായ ട്രീറ്റ്മെന്റിനെ തുടർന്നുണ്ടായ അണുബാധ, ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ എല്ലാം കൂടെ ചേർന്ന് അവരെ ദുരന്തത്തിൽ ചെന്ന് എത്തിച്ചു കഴിഞ്ഞു. ഈ സംഭവത്തിന് അധികം ദൂരെ അല്ലാതെയാണ് കേരളത്തിൽ നമ്മളൊക്കെ പ്രബുദ്ധ കേരളം എന്ന് വിളിക്കുന്ന, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അധികം ആർക്കും വേഗമൊന്നും പറ്റിക്കപ്പെടാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുമ്പോഴും മണി ചെയിൻ അടക്കമുള്ള ആളുകൾ വന്ന് ആഴ്ചയ്ക്ക് പറ്റിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കേരളത്തിൽ ഒരു വ്യക്തി കഴിഞ്ഞ 8 വർഷമായിട്ട് സ്വന്തം ഡയറ്റ് വളരെ ക്ലിയർ ആയിട്ട് നോക്കുന്ന ഒരാൾ, സ്വന്തം ആരോഗ്യം പരിപാലിക്കുന്ന ഒരാൾ, അയാൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു ക്ലിനിക്കിലേക്ക് ചെല്ലുകയാണ്. അദ്ദേഹം അറിഞ്ഞിരുന്നില്ല തന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് തന്നെ വളരെയധികം രോഗങ്ങളുണ്ട്, സ്കിൻ ഡിസീസസ് ഉണ്ട് എന്നൊക്കെ. അതറിയുന്നത് ട്രീറ്റ്മെന്റ് തുടങ്ങി 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ എടുത്ത ട്രീറ്റ്മെന്റിൽ അൺഹൈജീനിക് കണ്ടീഷനൊക്കെ ആയതുകൊണ്ടാവാം, എന്തായാലും തലയിലേക്ക് നെക്രോട്ടൈസിങ് ഫേഷ്യൈറ്റിസ് എന്ന ബാക്ടീരിയ കടന്നുകൂടുകയാണ്. ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരുതരം സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ ആണ്. ഇതിന് ഉള്ള കഴിവ് മനുഷ്യ ശരീരത്തിലാവട്ടെ ഏത് ജീവിയിലുമാവട്ടെ സ്കിന്നിനടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് മനുഷ്യരിലെ അല്ലെങ്കിൽ ആ ചെന്ന ജീവിയിലെ ഇറച്ചി കാർന്നു തിന്നാൻ കഴിയും. ഇതറിയാതെയാണ് സനിൽ ഉറങ്ങുകയും ഉണരുകയും ചെയ്തത്. പല ദിവസങ്ങളിലും അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഉറക്കം കിട്ടിയില്ല. പലതരം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, പലതരം ബുദ്ധിമുട്ടുണ്ടായി. ഈ കെട്ടിവെച്ചിരിക്കുന്ന ചുറ്റുള്ള ഭാഗം മഞ്ഞച്ച് കാണുന്നതായിട്ട് അനുഭവപ്പെട്ടു. പക്ഷെ ഇതിനൊക്കെ ആ ഡോക്ടർ പറഞ്ഞ മറുപടി ഒന്നും കുഴപ്പമില്ല, നിങ്ങൾ മരുന്നുകൾ കഴിച്ചോളൂ എന്നാണ്. അങ്ങനെ കൃത്യമായി മരുന്നുകൾ മാത്രം കൊടുത്തുകൊണ്ടിരുന്നു, പരിഹാരം കൊടുത്തില്ല. ഒടുവിൽ എന്തോ നല്ല ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം, മറ്റൊരു പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന ഡോക്ടറെ ചെന്ന് കാണാൻ ഇദ്ദേഹം വിധേയനായി. അവരാണ് ഈ കണ്ടെത്തൽ നടത്തിയത്. നമുക്ക് ആദ്യം ചർച്ച ചെയ്യേണ്ടത് ഇവരൊക്കെ എന്തിനായിരിക്കും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പോലെ ട്രീറ്റ്മെന്റുകളിൽ ചെന്നെത്തിയത്. ഒരു കാര്യം അതിന് മുമ്പ് പറയാം. ഇങ്ങനെ പരാജയപ്പെട്ടു പോയ ട്രീറ്റ്മെന്റുകളിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമല്ല, മൂക്കിന്റെ നീളം കുറയ്ക്കാനുള്ള സർജറി, കവിളിന്റെ വണ്ണം കുറയ്ക്കാനുള്ള സർജറി, കീഴ്ത്താഴി ഒഴിവാക്കാനുള്ള സർജറി, ആൺകുട്ടികൾക്കുണ്ടാകുന്ന നിപ്പിൾ സർജറി ചെയ്ത് കഴിയാൻ പറ്റുക തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് സർജറികളുണ്ട്. എന്തിനേറെ പറയുന്നു, ഒരു ദിവസം കൊണ്ട് വയറ് കുറയ്ക്കാമെന്ന് പറഞ്ഞുള്ള ലൈപ്പോസെക്ഷൻ സർജറികൾ വരെ ഇന്ന് കേരളത്തിലുണ്ട്. ഇത് ഒരാളല്ല ചെയ്യുന്നത്, ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്ക് അറിയപ്പെടുന്ന പ്രമുഖന്മാരായിട്ടുള്ള നടന്മാരായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കാർത്തിക് സൂര്യ, സാജൻ സൂര്യ തുടങ്ങിയ ഒരുപാട് നടന്മാർ, നടിമാർ ഒക്കെ ഈ ട്രീറ്റ്മെന്റിന് വിധേയമായിട്ടുണ്ട്. പലരും ആ ചെയ്തു കൊടുത്ത ട്രീറ്റ്മെന്റിന്റെ നല്ലതുകൊണ്ടോ കിട്ടിയ പ്രതിഫലം കൊണ്ടോ ആവാം ഇതിനൊക്കെ പരസ്യമായിട്ട് റീലുകളും വീഡിയോയും ചെയ്തിട്ടുമുണ്ട്. ഇതൊക്കെ കണ്ട് ഇൻസ്പയർ ആവേണ്ട കാര്യമുണ്ടോ? ആദ്യത്തെ പ്രശ്നം ഇരിക്കുന്നത് മുൻപ് ഈ വീഡിയോയുടെ ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞ ബോഡി ഷെയ്മിങ്ങിലാണ്.
നമ്മുടെ ചുറ്റുകൂടെ പോകുന്ന ഒരു വ്യക്തി തടിച്ചയാളാണെങ്കിൽ നമ്മൾ കളിയാക്കും, മെലിഞ്ഞ ആളാണെങ്കിൽ നമ്മൾ കളിയാക്കും. ഉയരമുണ്ടെങ്കിൽ തോട്ടി എന്ന് വിളിക്കും, ഉയരം കുറവാണെങ്കിൽ കുള്ളൻ എന്ന് വിളിക്കും. ബോഡി ഫിറ്റ് ആണെങ്കിൽ പഠിക്കും ജിമ്മൻ പ്രാന്തൻ എന്ന് വിളിക്കും. അത് ലൂസ് ആണെങ്കിൽ വിളിക്കും ഉഴപ്പൻ എന്ന് വിളിക്കും. മുടി ഉണ്ടെങ്കിൽ നീളം മുടിയുള്ളവൻ എന്ന് വിളിക്കും. മുടി കുറഞ്ഞാൽ കഷണ്ടി എന്ന് വിളിക്കും. മുടി കൊഴിയുന്ന കണ്ടു കഴിഞ്ഞാൽ വൃത്തികെട്ടവൻ എന്ന് വിളിക്കും. പല്ല് പൊന്തിയാലും വിളിക്കും, താണാലും വിളിക്കും. നിറം വെളുത്തിട്ടായാലും കറുത്തിട്ടായാലും വിളിക്കും. കണ്ണ് തള്ളിയിട്ടായാലും തള്ളാതിരുന്നാലും നമ്മൾ വിളിക്കും. ഇതിനെയൊക്കെ ബോഡി ഷെയ്മിങ് എന്ന പാരമ്പര്യം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന പാരമ്പര്യത്തിന് ഉദാഹരണമായിട്ട് ഒരു പല്ല് പൊന്തിയ വ്യക്തിയെ നമുക്ക് കാണാം. പല്ല് ഒരു ശരീരാവയവമാണ്. ഭക്ഷണ വസ്തുക്കൾ കടിച്ച് പറിച്ച് കഴിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. വായിലിട്ട് ചവച്ചരയ്ക്കാനുള്ള ഒരു ഉപാധിയാണ്. കാൽഷ്യം കൊണ്ട് നിർമ്മിതം, ഇനാമലിന്റെ കോട്ടിംഗ് ഇങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ഒന്ന് അല്പം പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോയാൽ പൊന്തിയ പല്ലുള്ളവനെ കളിയാക്കാൻ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടി ഒരാളാണെങ്കിൽ ചുറ്റും ഇരിക്കുന്ന 30 കുട്ടികളുണ്ടെങ്കിൽ ആ 30 കുട്ടികളും ഒരേപോലെ കട്ടയ്ക്ക് കൂടെ നിൽക്കും. ഇത് കേട്ട് മടുത്തവൻ എങ്ങോട്ടായിരിക്കും പോവുക? അമ്മയുടെയോ അച്ഛൻ്റെ അടുത്തേക്ക്. അവരെങ്ങടാ കൊണ്ടുപോവുക? അവർ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ അടുത്തേക്ക്. ഈ ഡോക്ടർക്ക് ഇനി എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട് ഇല്ല എന്നുള്ളതൊന്നുമല്ല. ബഡ്ജറ്റ്, സമയം പോലുള്ള കാര്യങ്ങൾ നോക്കി ക്ലിപ്പിടാൻ പെടുന്നു. പല്ലിൽ ക്ലിപ്പിടാത്തവരായിട്ട് നമ്മുടെ നാട്ടിൽ അധികം ആരുമില്ല. ഇനി ഈ ട്രീറ്റ്മെന്റ് ഫെയിൽ ആയാൽ വേദന ആരാണ് അനുഭവിക്കേണ്ടത്? ഓരോ ടൈറ്റനിങ്ങിലും വേദന ആരാണ് അനുഭവിക്കേണ്ടത്? പല്ല് പറിക്കുമ്പോഴുണ്ടാവുന്ന ചോര പോക്ക്, തല ചുറ്റൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആരാണ് അനുഭവിക്കേണ്ടത്? ഈ ഓൾറെഡി ബോഡി ഷെയ്മിങ്ങിന് ഇരയായ വ്യക്തിയാണ്. ഒന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കൂ. ആ നേരത്തെ പറഞ്ഞ 30 കുട്ടികൾ ഇയാളെ കളിയാക്കുന്നില്ല, സമൂഹത്തിൽ ആരും അതിനെ പരിഗണിക്കുന്നില്ലെങ്കിൽ ഇയാൾ ആ പല്ലിനെ ശ്രദ്ധിക്കുമായിരുന്നോ? ഇതുപോലെയുള്ളൂ കാര്യങ്ങൾ. നമ്മൾ മുമ്പ് പറഞ്ഞ ഈ ഉദാഹരണങ്ങളിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, ഇതുപോലെ സർജറികളിൽ ഫെയിലായ എല്ലാവരെയും ഒരു സർജന്റെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക ചുറ്റും നിന്നുള്ള ഇത്തരം കളിയാക്കലുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഏറെ ഒന്നും ചിന്തിക്കണ്ട. നമ്മുടെ നാട്ടിൽ ഒരു കല്യാണക്കാര്യം എടുത്തു നോക്കിയാൽ മതി. കഷണ്ടി ആയാൽ പെണ്ണ് കിട്ടില്ല എന്ന് കരുതി ഇവിടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ പറഞ്ഞ പോലുള്ള സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും ഇതൊരു ബുദ്ധിമുട്ടാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഒരാളോടൊപ്പം പല്ല് കാണിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ പല്ല് കേടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭാവിയിൽ ജോലി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഏത് ജോലിയാണത് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി അവർ ആ സർജറി ആരംഭിച്ചു. എന്ന് പറഞ്ഞതുപോലെ ഒരു ട്രാൻസ്പ്ലാന്റിങ് സർജന്റെ മുമ്പിൽ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ പറയുന്നത് ഇത് ചെയ്യാതിരുന്നാലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും. ഇത് കേട്ട് വിശ്വസിച്ച നിങ്ങൾ തീർച്ചയായിട്ടും അയാൾ പറയുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് പിന്നീട് ചിന്തിക്കുക. ഇവിടെയാണ് 2 തരം ആൾക്കാർ വരുന്നത്. ഇവിടെ വർഷങ്ങളായിട്ട് ഇതേപോലെ ഹെയർ ഫിക്സിങ്ങുകൾ ചെയ്തിട്ട് ഒരു പരാതി പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള പരാതികൾ മാത്രം വന്ന് അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടെ ആയിരിക്കില്ല നമ്മൾ എത്തുന്നത്. കാരണം അവർ അതിൻ്റെതായ പ്രതിഫലം വാങ്ങും. നേരെ മറിച്ച് ഓഫർ തരാം, ഇളവുകൾ തരാം എന്നൊക്കെ പറഞ്ഞ് തുച്ഛമായ ഫീസിൽ ചെയ്തു തരുന്ന ഒരു സ്ഥാപനം തേടി നമ്മൾ ചെല്ലുമ്പോൾ ക്വാളിറ്റിയും അതുപോലെ കുറയുമെന്ന് നമ്മൾ മറക്കുന്നില്ല. എവിടെ നിന്നാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനുള്ള ബഡ്ഡുകൾ എടുക്കുന്നത്? അത് നമ്മുടെ പുറകിൽ നിന്നാണ് എടുക്കുന്നത്. ഇതിനെ ഗ്രാഫ്റ്റ് എന്ന് വിളിക്കും. വളരെ ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ വേണം ഇത് തലയുടെ മുകൾ ഭാഗത്ത് എവിടെയാണോ മുടി കൊഴിവുള്ളത് അവിടെ വെച്ച് പിടിപ്പിക്കാൻ. ഇതിൽ ഒരു ഘട്ടം പാളിപ്പോയാൽ മതി അണുബാധയുണ്ടായി നമ്മുടെയൊക്കെ ജീവൻ തന്നെ അപകടത്തിലാവാൻ. എന്നാൽ ഇതൊന്നുമില്ലാതെ നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റികൾ ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് ചോദ്യം. ഒന്നാമത്തെ കാര്യം, ഇത്തരം സർജറികൾക്ക് വിധേയമാകുന്ന ക്ലിനിക് ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. എല്ലാവിധ സർട്ടിഫിക്കേഷനും അവർക്കുണ്ടായിരിക്കണം. ഡോക്ടർക്ക് അനുഭവ സമ്പത്തുണ്ടായിരിക്കണം. ഒരു അസിസ്റ്റന്റ് ആയി നിന്നെങ്കിലുള്ള വ്യക്തമായ പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ മുമ്പ് അവർ സർജറി ചെയ്ത ഒരു 3-4 ആളുകളുടെ അനുഭവങ്ങൾ നേരിട്ട് വിളിച്ച് ചോദിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇത്രയും ചെയ്ത ശേഷം സർജന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം അവർ പറയുന്ന ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന്, അവർ പറയുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുമെന്നുള്ളത്, പറയുന്ന സമയത്ത് ഉറങ്ങാനും ഉണരാനും പറ്റുമെന്ന്, നിങ്ങൾക്ക് ജോബ് സ്ട്രെസ്സോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്നുള്ളത്. ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ചുറ്റുപാടുള്ള ആളുകൾക്ക് ഇത്രയും മുടി കൊഴിയുന്നു? പണ്ടുള്ളവരെക്കാൾ സ്ട്രെസ്സുള്ള ഒരു തലമുറയാണ് ഇന്ന്. അവർ ജോലിയുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, കുടുംബത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, കൂട്ടുകാർക്കിടയിലും സമൂഹത്തിനിടയിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പല ജോലികളും കഴിഞ്ഞ ആളുകൾ 6 മണി 7 മണിയോടുകൂടി വീട്ടിലെത്തുന്നത് പിന്നീട് ഉറങ്ങാനല്ല, ഉറക്കമുളച്ചിരുന്ന് അന്നത്തെ പെൻഡിങ് വർക്കുകൾ തീർക്കാനാണ്. ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ, കുളികൾ മാറുമ്പോൾ, വൃത്തിയുടെ കാര്യത്തിൽ കോംപ്രമൈസിങ് വരുമ്പോഴും, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാതെ വരുമ്പോൾ, ആ ഭക്ഷണം സമയത്ത് കഴിക്കാൻ പറ്റാതെ വരുമ്പോഴൊക്കെ മുടി കൊഴിച്ചിൽ സ്വാഭാവികമായിട്ടുണ്ടാവാം. ഒരു മനുഷ്യന്റെ തലയിൽ നിന്ന് ആവറേജ് ഒരു ദിവസം ഒരു 10-20 മുടി കൊഴിഞ്ഞു പോകുന്നത് സ്വാഭാവികമാണ്. അതിൽ കൂടുതൽ കൊഴിയുന്നത് ഒരു അസ്വാഭാവികതയാണെങ്കിൽ പോലും പേടിക്കേണ്ട ഒരു അസുഖമല്ല അത്. ഇനി ഇങ്ങനെ കൊഴിഞ്ഞാൽ തന്നെ എന്താ? തലയിലെ മുടിയുണ്ടായിട്ടാണോ ഈ ലോകത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ അത്രയും നിലവാരത്തിൽ എത്തിയത്? അല്ല, കഴിവും ഇച്ഛാശക്തിയുമാണ് അവരെ അവിടെ എത്തിച്ചത്. മുടി കൊണ്ടെത്താം, നിങ്ങൾക്ക് മോഡലാവാം.
അല്ലെങ്കിൽ ഒരു ആക്ടറൊക്കെ ആവാം. പക്ഷേ അതല്ലാതെയുമായ ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരുപാട് അവാർഡുകൾ നേടിക്കൂടിയ ഭരത് ഗോപി സാർ, നെടുമുടി സാർ, ഇവരുടെയൊക്കെ മുടിയുടെ അവസ്ഥ എന്തായിരുന്നു? അപ്പോൾ ഒന്നും നമ്മുടെ ഒരു ക്വാളിറ്റി അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. ഈ ബോഡി ഷേമിങ്ങിന് വിക്റ്റിമായിട്ട് തന്നെയാണ് നേരത്തെ മുടിയുടെ കാര്യം പറഞ്ഞ പോലെ പല്ലിനും മൂക്കിനും കണ്ണിനും ഒക്കെ ട്രീറ്റ്മെന്റിന് ആളുകൾ പോകുന്നത്. ഈ അടുത്തൊരാൾ പറഞ്ഞു കേട്ടതാണ്, മൂക്കിന് ചെറിയൊരു വളവുണ്ട്, നിവർത്താൻ സർജറി ഉണ്ടെന്ന്. മൂക്ക് ചെറുതായിട്ടൊന്ന് വളഞ്ഞാൽ എന്താ കുഴപ്പം? ഇത് ഭംഗിക്ക് മാത്രമുള്ളതല്ല, ശ്വാസം എടുക്കാനും വിടാനുള്ളത്, അത് പ്രോപ്പറായിട്ട് നിൽക്കണ്ടേ എന്ന് പറയുന്നത് പോലെ ചുണ്ട് വലിപ്പം കുറവാണെങ്കിൽ വലിപ്പം കൂട്ടാൻ, വലിപ്പം കൂടുതലാണെങ്കിൽ കുറയ്ക്കാൻ. ഇത് കൂടിയാലും കുറഞ്ഞാലും എന്താ പ്രശ്നം? എന്താ ഇതിന് ആവശ്യം? പലരും പ്ലാസ്റ്റിക് സർജറികൾക്ക് പോലും വിധേയമാവുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബോഡി ഷേമിങ്ങിന് ഇരയായിട്ടാണ്. ഒടുവിൽ ചെന്നെത്തുന്നതോ നേരത്തെ നമ്മൾ കേട്ടതുപോലെ വലിയ വിനകളിലേക്കും. സോ ഒരിക്കൽ കൂടി പറയുകയാണ്, ഒരിക്കലും പറ്റുമെങ്കിൽ കോസ്മെറ്റിക് ട്രീറ്റ്മെന്റുകൾക്ക് പോവാതിരിക്കുക. അഥവാ അത്യാവശ്യമായിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് ചെന്നെത്തുന്നതിന് ഒരു വ്യക്തമായ റീസൺ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഈ നടന്മാരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ ആയിരിക്കാം. എന്നാൽ പോലും ഏത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അതിൻ്റെ എല്ലാ സർട്ടിഫിക്കേഷനും പരിശോധിക്കുക, തിരിച്ചറിയുക. അവരോട് സർട്ടിഫിക്കറ്റുകൾ കാണാൻ ആവശ്യപ്പെടുക. അവർ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത ആളുകളെ അന്വേഷിച്ച് കണ്ടെത്തി ചോദിക്കുക. എല്ലാത്തിനും ശേഷം മാത്രം ഇത്തരം ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോവുക. അതിലുപരി നിങ്ങൾക്ക് മുടി ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പറ്റുമെങ്കിൽ ഒരാളെ കളിയാക്കാതിരിക്കുക, അയാൾക്കൊരു മാനസിക വിഷമം കൊടുക്കാതിരിക്കുക, അയാളെ വെറുതെ ഒരു സ്ട്രെസ്സിലേക്കും ട്രീറ്റ്മെൻറ്റിലേക്കും പറഞ്ഞു വിടാതിരിക്കുക. കാരണം ഇപ്പോൾ കേട്ട ഈ ദുരന്തങ്ങൾക്കൊക്കെ നിങ്ങൾ കാരണക്കാരാണ്. അവരെ ബോഡി ഷെയിം ചെയ്ത ഓരോരുത്തരും അവരിലുണ്ടായ വിഷമങ്ങൾക്ക് ഉത്തരവാദികളാണ്. ഇനി നിങ്ങൾ ഉത്തരവാദി ആവാതിരിക്കട്ടെ. ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ ഇനി ഇത്തരം ദുരിഷ്ട വാർത്തകൾ നമുക്ക് തരാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.